ആ ഫോൺ റെക്കോർഡ് പഠിച്ചവൻ എനിക്ക് തന്നല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4-5 ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുക. അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുകയാണെന്നുള്ളത്? ഏത് കുട്ടിക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം. അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി പോലും അടച്ചു. ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന 5 വയസ്സിലെ ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. എന്തായാലും മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഉന്നയിച്ച് വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതൊന്ന് എവിടെ എത്തും? ഇതെല്ലാം ഉണ്ടായിട്ട്, ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് ഇത് തിരിഞ്ഞു വരുന്നുണ്ടോ നിങ്ങൾ? ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തിരിയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ പബ്ലിക്കിൻ്റെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനത് പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നത് സ്വർണത്തിലെ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതാണ്. CM അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, ഞാൻ എതിർക്കുകയല്ല. ഈ CM ഇന്ന് പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ 92, 61, 100, 150, 153, 26, 176, 182 കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ 182 കേസ്. 2022 92 കേസ്, 23 61, ഈ വർഷം 24 26 കേസ്. അപ്പോൾ ഈ കേസിൽ പെട്ട പ്രതികൾ ഇവരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട CM പറഞ്ഞത്. അതും CMൻ്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എന്താ വെച്ച് സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് CM പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇതിലെ ഏതോ ഒരു പത്രമാധ്യമം ഇതിൽ സ്വർണം കൊണ്ടുവന്ന ഒരു പ്രതി അദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഏകദേശം 1.5 കിലോളം സ്വർണം കൊണ്ടുവന്നു. കോടതിയിൽ കൊടുക്കുമ്പോൾ 950 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പ്രതി. അതിൽ CMനെ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഈ കേസ്. ഞാനീ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ മാർഗമുള്ളത്? ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറയുന്ന ഈ 172ഓളം കേസ് ഈ സ്വർണം കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം.